ഞാൻ എലക്ഷൻ തോറ്റു കഴിഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടും പോയില്ലേ. ഞാൻ തൊട്ട് ഉടനെ ഒരു വീട് വാങ്ങിച്ചു. തിരുവനന്തപുരം ഞാൻ വിടില്ല എന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ സംസ്ഥാന പ്രസിഡൻ്റായി എന്ന് പറഞ്ഞേ. സംസ്ഥാന പ്രസിഡന്റ് ആയി അത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ല ആയത്. അപ്പോൾ ഒരു കൊല്ലം ഞാൻ ഇവിടെ ഒന്നും മന്ത്രിയായിരുന്നില്ല, MP ആയിരുന്നില്ല. പക്ഷേ തിരുവനന്തപുരത്തും എനിക്ക് അവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചിട്ട് ഞാൻ അവിടെ താമസിക്കാൻ തുടങ്ങി. നോക്കൂ, ഞാൻ ഈ സീറ്റ് എണ്ണം അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അത് ആദ്യം മുതൽ എൻ്റെ ഒരു ഹാബിറ്റാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ ലോജിക്ക് ഉണ്ട്. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടും ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വികസന രാഷ്ട്രീയം, ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കാൻ പോകുന്ന ഒരു മാനിഫെസ്റ്റോ, എല്ലാ മലയാളികളും അതിന് പിന്തുണ തരുന്നതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. കാരണം ഞങ്ങൾ ചെയ്യാൻ പോകുന്നതും ഞങ്ങൾ പറയാൻ പോകുന്നതും ചെയ്യാൻ പോകുന്നതും എല്ലാം നാടിനു വേണ്ടി, നാട്ടുകാരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പോൾ എന്ത് ലോജിക് കൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്നത് 140 സീറ്റിൽ ഞങ്ങൾക്ക് ഈ 38.5 മാത്രമേ കിട്ടുള്ളൂ എന്ന്? എൻ്റെ അഭിപ്രായം ഇത് എല്ലാവർക്കും അപ്പീൽ ചെയ്യുന്നത്, ഈ മാറ്റം എല്ലാവർക്കും ആവശ്യപ്പെടുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് സീറ്റ് അഭിപ്രായമൊന്നുമില്ല. വോട്ട് ഷെയർ കറക്റ്റാണ്. ലോക്സഭയിൽ ഞങ്ങൾക്ക് 20% വോട്ട് കിട്ടി, ലോക്കൽ ബോഡിയിൽ 15.5% വോട്ട് കിട്ടി. അതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾക്ക് ലോക്സഭയിൽ കിട്ടിയ വോട്ട് അത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ വളരെ കുറച്ച് അതിൽ കമ്മി വന്നു. അതായിരുന്നു പ്രധാനപ്പെട്ട ഫാക്ടർ. അതിൻ്റെ കാരണങ്ങളുണ്ട്, അത് ഞങ്ങൾ പരിഹരിക്കും. രണ്ടുപേരാണ് പൊട്ടിച്ചത്. അതല്ലേ ഞാൻ പറഞ്ഞു, A ടീം B ടീം. അല്ല, ഞാൻ കേട്ടു നമ്മളെ മന്ത്രിയും അവിടുത്തെ സ്ഥാനാർത്ഥി പറയുന്നത് പൂട്ടും താക്കോലും എൻ്റെ കയ്യിലാണെന്നല്ല. നോക്ക്, ഇതെല്ലാം ഒരു അഹങ്കാരം. പൂട്ടും കയ്യിലില്ല, താക്കോലും കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചോളൂ. കാരണം ഇത് ജനാധിപത്യ സംവിധാനമാണ്. ഇവിടെ ജനങ്ങളുടെ കയ്യിലാണ് പൂട്ടും താക്കോലും. അവരാണ് തീരുമാനിക്കാൻ പോകുന്നത് ആരാണ് അവരുടെ MLA. ശിവൻകുട്ടിയല്ല, രാഹുൽ ഗാന്ധിയല്ല, 100% അത് പിണറായി വിജയനുമല്ല. അപ്പോൾ ജനങ്ങളിൽ അങ്ങനെ വെറുതെ ഒരു അഹങ്കാരമുണ്ട്. ജനങ്ങളെ വെറുതെ മാറ്റിവെച്ച് അവർ വിഡ്ഢിയാണെന്ന് വിചാരിക്കുന്ന അവരോട് ഞാൻ നമസ്കാരം പറയുന്നു. ഞാൻ അങ്ങനെ ആലോചിക്കുന്നു വിചാരിക്കുന്ന ആളല്ല. അവർ തീരുമാനിക്കും. അവർക്ക് വേണ്ടി ഞാൻ എല്ലാവരും പോയി കാണുന്നുണ്ട്, എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇതാണ്. ഞങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾക്കൊരു അവസരം തരുമെന്ന് ഞങ്ങൾ പറഞ്ഞു. മാനിഫെസ്റ്റോ ഞങ്ങൾ വേഗം റിലീസ് ചെയ്യും. അല്ല, ഫ്രീ ബീസ് എന്ന് നിങ്ങൾ ഡെഫിനിഷൻ എന്താണെന്ന് അറിയില്ല. ഫ്രീ ബീസിൻ്റെ ഡെഫിനിഷൻ എനിക്ക് അറിയില്ല. ഫ്രീ എന്താ? KSRTCയിൽ മുങ്ങുന്ന KSRTCയിൽ ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്ന അങ്ങനെയാണോ? ഞങ്ങളുടെ ഇക്കണോമിക് കാഴ്ചപ്പാട് വളരെ റെസ്പോൺസിബിൾ ഇക്കണോമിക് കാഴ്ചപ്പാട്. നാടിനെ നശിപ്പിക്കാനും വോട്ട് പിടിക്കാൻ എന്തെങ്കിലും വാഗ്ദാനം കൊടുത്ത് നാടിനെ നശിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല. തെലങ്കാന പോലെ കർണാടക പോലെ ആക്കാൻ ഞങ്ങൾക്കൊരു ആഗ്രഹമില്ല. കേരളത്തിൻ്റെ ഇക്കോണമി ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഇന്ന് 100 രൂപ ബഡ്ജറ്റ് റവന്യൂവിൽ കിട്ടുമ്പോൾ 92.5 രൂപ പോകുന്നത് കടം, ക്ഷേമം, പലിശയ്ക്കാണ് പോകുന്നത്. അതിനെ മാറ്റണം. അതിൽ കൂടുതൽ നമ്മൾ വർദ്ധിച്ചില്ലെങ്കിൽ, അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നില്ലെങ്കിൽ, ഇക്കണോമിക് ആക്ടിവിറ്റി കൂടിയില്ലെങ്കിൽ ഏത് ഫ്രീ ബി ആണെങ്കിലും നമുക്ക് വെറുതെ വാഗ്ദാനം കൊടുക്കാൻ മാത്രമേ കഴിയുള്ളൂ. അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ല ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ, ഞങ്ങളുടെ മാനിഫെസ്റ്റോ മുമ്പോട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. താങ്കൾ എൻ്റെ അഭിപ്രായമല്ല ചോദിച്ചത്. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കണക്കൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ഞാൻ എല്ലായിടത്തും പോയിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട്, എല്ലാവരോടൊപ്പം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും ആവശ്യമാണ് ഒരു മാറ്റം, ഒരു ചേഞ്ച്. വികസനം എന്ന് പറഞ്ഞാൽ ഒരു മുദ്രാവാക്യമല്ല കേട്ടോ. വികസനം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഒരു പാലം ഉണ്ടെങ്കിൽ അത് 10-20 കൊല്ലമായിട്ട് പണിയാണ്ട് നിൽക്കുന്ന പാലം ആയിരിക്കാൻ പാടില്ല. ഒരു പഞ്ചായത്ത് ഉണ്ടെങ്കിൽ പഞ്ചായത്തിന് 30% റോഡില്ല. ഒരു നിയമമണ്ഡലം നോക്കുന്നു. നിയമമണ്ഡലത്തിൽ ഒരു 30% സ്ഥലത്ത് റോഡില്ല, കുടിവെള്ളമില്ല.
തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനമായ നിയമത്തിൽ. അപ്പോൾ ഇതെല്ലാം മാറ്റാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉള്ളൊരു വികസനം.